എല്ലാവർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് തുടർച്ചയായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീഡിയോകളിൽ 12ാമത്തെ എപ്പിസോഡാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. കോഴിക്കോട് ജില്ലയിലെ വടകര മുതൽ ജില്ലയുടെ അതിർത്തിയായ അഴിയൂർ വരെയുള്ള 15 കിലോമീറ്റർ ദൂരമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ കവർ ചെയ്യുന്നത്. വടകര ടൗണിൽ നിലവിലെ ബൈപ്പാസിൻ്റെ വലതു ഭാഗത്താണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. അവിടെവിടങ്ങളിലായി ചില ചെറു കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയതൊഴിച്ചാൽ വടകര ടൗണിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ കാര്യമായി നടക്കുന്നില്ല എന്ന് പറയാം. വടകര കരിമ്പനപ്പാലം ജംഗ്ഷനിലും നെറ്റ്സ് റോഡ് ജംഗ്ഷനിലും അണ്ടർപാസുകളാണ് ഉണ്ടാവുക. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള പേരാമ്പ്ര റോഡ് ജംഗ്ഷനിലും അതുപോലെ തന്നെ പെരുവട്ടും താഴെ ജംഗ്ഷനിലും ഫ്ലൈ ഓവറുകൾ തന്നെയാണ് വരുന്നത്. വടകര ടൗൺ മുതൽ വല്യാപ്പള്ളി റോഡ് വരെ ഇരുഭാഗത്തും നേരത്തെ സ്ഥലം ഏറ്റെടുത്തതിനാൽ നിലവിൽ പൊളിക്കൽ പ്രവൃത്തികളൊന്നും തന്നെ നടക്കുന്നതായി കാണുന്നില്ല. വടകര വല്യാപ്പള്ളി റോഡ് കഴിഞ്ഞ് ഒരല്പം മുന്നോട്ട് ചില ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചതായി കാണാമെങ്കിലും അവിടെ മുതൽ കൈനാട്ടി വരെയുള്ള 3 കിലോമീറ്റർ ദൂരം ഒരു തരത്തിലുള്ള പ്രവൃത്തികളും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശം ഞങ്ങൾ ഷൂട്ടിങ്ങിൽ കവർ ചെയ്തിട്ടില്ല. കൈനാട്ടിയിൽ ജംഗ്ഷനിൽ 70 മീറ്റർ നീളത്തിലുള്ള ഒരു ഫ്ലൈ ഓവറാണ് കൈനാട്ടി ജംഗ്ഷനിൽ വരാൻ പോകുന്നത്. കൈനാട്ടിയിൽ നിന്നും മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശത്തും സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും വലത് ഭാഗത്ത് മാത്രമാണ് നിലവിൽ ചെറുതായിട്ടെങ്കിലും നിരപ്പാക്കൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. കൈനാട്ടി പിന്നിട്ട് മടപ്പള്ളി എത്തുന്നതോടെ ചില സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതും ചില മരങ്ങൾ വെട്ടിമാറ്റിയതും കാണാമെങ്കിലും കാര്യമായ രീതിയിൽ പ്രവൃത്തികളൊന്നും അവിടെ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. കേരളത്തിലെ പ്രമുഖ കൺസ്ട്രക്ഷൻ കമ്പനിയായ ഊരാലിങ്ങൽ ലേബർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന മടപ്പള്ളി കോളേജ് റോഡ് ജംഗ്ഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. മടപ്പള്ളി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ വലതുവശം വീതി കൂട്ടി നിരപ്പാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ മടപ്പള്ളിയും പിന്നിട്ട് മടപ്പള്ളി മുതൽ കണ്ണൂക്കര അങ്ങാടി വരെ റോഡിൻ്റെ വലതുഭാഗം തന്നെയാണ് വീതി കൂട്ടി മുന്നോട്ട് പോകുന്നത്. അവിടങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ പൊളിച്ചതിൻ്റെയും മറ്റും അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാവുന്നതാണ്. മടപ്പള്ളി മുതൽ ചോമ്പാല വരെയുള്ള പ്രദേശങ്ങളിൽ റോഡിൻ്റെ വലതുഭാഗത്ത് തന്നെയാണ് നിലവിൽ വീതി കൂട്ടൽ നടക്കുന്നത്. കണ്ണൂർ അദാനി ഗ്രൂപ്പ് ടെൻഡർ ഏറ്റെടുത്ത കോഴിക്കോട് ജില്ലയിലെ അതിർച്ചായ അഴിയൂർ വെങ്ങള റീച്ചിൽ മൂരാട് മുതൽ വെങ്ങളം വരെയുള്ള സ്ഥലങ്ങളിൽ നിർമ്മാണം വളരെ വേഗത്തിൽ നടക്കുമ്പോൾ ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും വടകര മുതൽ അഴിയൂർ വരെയുള്ള പ്രദേശങ്ങളിലുള്ള നിർമ്മാണങ്ങൾ വളരെ സാവധാനം ഒച്ചിഴയുന്ന വേഗത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തൃശ്ശൂർ മലപ്പുറം ജില്ലയുടെ ബോർഡർ മുതൽ അല്ലെങ്കിൽ പൊന്നാനി മുതൽ ഏതാണ്ട് തലശ്ശേരി മുഴപ്പിലങ്ങാട് വരെയുള്ള പ്രദേശങ്ങളുടെ വീഡിയോ ഇതിനകം അപ്ലോഡ് ചെയ്തതിൽ ഏറ്റവും വേഗത കുറഞ്ഞ് പണി നടക്കുന്ന ഒരു പ്രദേശം, റോഡ് പണി നടക്കുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് തോന്നിയത് വടകര മുതൽ അഴിയൂർ വരെയുള്ള ഈ ഒരു ഏരിയയാണ്. ഏതായിരുന്നാലും മുക്കര കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ
മുക്കാളിയിൽ ഒരു അണ്ടർപാസ് ഉണ്ടായിരിക്കും. മുക്കാളി പിന്നീട് എത്തുന്ന ചോമ്പാൽ പ്രദേശത്താണ് അഴിയൂർ വെങ്ങളം റീച്ചിലെ ടോൾ പ്ലാസ വരുന്നത്. ഓരോ സൈഡിലും 5 ഗേറ്റുകൾ വീതം, ഇരുവശങ്ങളിലുമായി 10 ടോൾ ഗേറ്റുകളാണ് ഉണ്ടാവുക. 2 വശത്തെ ടോൾ ബൂത്തുകൾ തമ്മിൽ ഏതാണ്ട് 1/2 കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരിക്കുന്നതാണ്. ദേശീയപാത 66 പൊതുവെ താരതമ്യേന ചെലവ് കൂടിയ നിർമ്മാണമായതിനാൽ ടോൾ നിരക്കും പൊതുവെ കൂടുതലായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചോമ്പാല പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളും വീതി കൂട്ടുന്നുണ്ട്. ചോമ്പാല ടൗൺ കഴിയുന്നതോടുകൂടി പിന്നീട് ഇടത് ഭാഗത്താണ് പ്രവൃത്തികൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ചോമ്പാല കഴിഞ്ഞ് പിന്നീട് അഴിയൂർ വരെ കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടക്കുന്നതായി കാണുന്നില്ല. അഴിയൂർ മുതൽ അങ്ങോട്ട് പുതിയ മാഹി തലശ്ശേരി ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് കാണാത്തവർക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്. ഇതിൽ ഏറ്റവും വേഗത കുറഞ്ഞ് പണി നടക്കുന്ന ഒരു പ്രദേശം, റോഡ് പണി നടക്കുന്ന ഒരു പ്രദേശമായിട്ട് നമുക്ക് തോന്നിയത് വടകര മുതൽ അഴിയൂർ വരെയുള്ള ഈ ഒരു ഏരിയയാണ്. ഏതായിരുന്നാലും ഈ എപ്പിസോഡ് ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. മുഴപ്പിലങ്ങാട് മുതൽ അങ്ങോട്ട് വടക്ക് ഭാഗത്തേക്കുള്ള വീഡിയോകളുമായിട്ടാണ് ഇനി നമ്മൾ അടുത്ത ദിവസം വരുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും നമ്മളുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന തെറ്റുകൾ, കുറ്റങ്ങൾ എല്ലാം കൃത്യമായി നിങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതിയറിയിക്കണമെന്നും ശ്രദ്ധയിൽപ്പെടുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഞങ്ങൾ മറുപടി കൊടുക്കാറുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നിസ്സീമമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ദിവസം വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.